ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഓണപരീക്ഷകളൊക്കെ ഇവിടെ അടുത്തെത്തിയിരിക്കുകയാണ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയതാണ് അല്ലേ? പുതിയ സിലബസ് വന്നത് കാരണം തന്നെ എന്തൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക, പുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ കാണിച്ചു തരാനൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ പല പാരൻസും അതേപോലെ തന്നെ പല കൂട്ടുകാരും കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, എന്തെല്ലാം പഠിക്കണം എന്നുള്ളതൊക്കെ പല മക്കൾക്കും അതുപോലെ പാരൻസിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVSൽ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നന്നായി ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ആ ഒരു ഭാഗങ്ങൾ ഒരല്പം കൂടെ ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ നന്നായി ജസ്റ്റ് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ഭാഗങ്ങൾ തന്നെ നമ്മൾ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നോക്കാം. 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഈ പരീക്ഷയിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഗ്രീൻ എർത്ത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, വാട്ടർ ആൻഡ് സോയിൽ അല്ലേ? അപ്പോൾ ഈ 3 പാഠങ്ങളിൽ നിന്നുള്ള പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഗ്രീൻ എർത്ത്. ഗ്രീൻ എർത്ത് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു പോയിൻ്റാണ് വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ പ്ലാന്റ്. ഓക്കെ, നമുക്കിങ്ങനെ ഒരു പ്ലാന്റ് തന്നാൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. നമ്മൾ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് അടയാളപ്പെടുത്താനും ചോദിക്കും. അപ്പോൾ റൂട്ട്, സ്റ്റെം, ലീഫ്, ഫ്രൂട്ട്, ഫ്ലവർ ഇതൊക്കെയാണ് ഒരു പ്ലാന്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റൂട്ട്, സ്റ്റെം, ലീഫ്, ഈ 3 ഭാഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ പറയുന്ന മറ്റൊരു പോയിൻ്റാണ് നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യും, വേർതിരിക്കും. എന്തിനൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാന്റ്സിനെ വേർതിരിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ സൈസ്, ഷേപ്പ്, അതുപോലെ തന്നെ ലീഫിൻ്റെ ഷേപ്പ്, ഫ്ലവർ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന പോയിൻ്റാണ് ഇതുപോലെയുള്ള ടേബിൾസ്. അത് ചോദിക്കും. അതായത് ഓരോ പ്ലാന്റ് തന്നിട്ട് അതിൻ്റെ സ്റ്റെം ടൈപ്പ് എന്താണ്, അതിൻ്റെ സൈസ് എന്താണ്, എത്ര കാലം അത് ജീവിക്കും, എത്ര കാലത്തോളം അതുണ്ടാകും, ആ പ്ലാന്റ് നിലനിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് കോമൺ ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ച് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ കാണാതെ പഠിച്ചു പോയി എഴുതേണ്ട ഒരു ആവശ്യമുള്ള സംഭവങ്ങളല്ല അതൊന്നും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് വാട്ട് ആർ ഹെർബ്സ്. എന്താണ് ഹെർബ് എന്ന് പറയുന്നത്? ഹെർബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹെർബിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹെർബിൻ്റെ സ്റ്റെം ഈസ് സോഫ്റ്റ്, ലീഫ് ഈസ് സോഫ്റ്റ്, നോട്ട് ഡീപ്പ് റൂട്ട്സ്. ഹെർബ് എന്ന് പറയുന്നത് മെഡിസിനൽ പ്ലാന്റ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ആർ ട്രീസ്. എന്തൊക്കെയാണ് ട്രീസിൻ്റെ ഫീച്ചേഴ്സ്? ട്രീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വെരി ഹാർഡ് സ്റ്റെം ആയിരിക്കും, ഡീപ്പ് റൂട്ടഡ് ആണ്, സ്ട്രോങ് ആണ് ആൻഡ് ബിഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? ഷ്രബ്സ്. ഷ്രബ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഷ്രബ്സിന് ഹാർഡ് സ്റ്റെം ഉണ്ട്, സ്മോളർ ദാൻ ട്രീയേക്കാളും ചെറുതാണ് ഷ്രബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് ഡിഫറെൻറ്റ് ലീഫ് ഷേപ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങളതെല്ലാം നന്നായി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഹെർബ്സിൻ്റെയും ഷ്രബ്സിൻ്റെയും ട്രീസിൻ്റെയും എക്സാമ്പിൾസ്. ഓക്കെ, ഈ ടേബിൾ നിറയെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതിയിട്ട് പഠിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അത് പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ സൺഫ്ലവർ തന്നിട്ട് ഇത് ഹെർബാണോ ഷ്രബാണോ ട്രീ ആണോ എന്ന് എഴുതാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഏത് കാറ്റഗറിയിലാണ് അത് വരുന്നത് എന്ന്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ഹെർബ്സും ഷ്രബ്സും ട്രീസും. നമ്മൾ ചിത്രം കണ്ടിട്ട് ഒരു ട്രീനെ കണ്ടിട്ട് അത് ഹെർബാണോ ഷ്രബാണോ ട്രീ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് വാട്ട് ആർ വൈൻ പ്ലാന്റ്സ്. വൈൻ പ്ലാന്റ്സ്, വള്ളിച്ചെടികൾ. എന്തൊക്കെയാണ് വള്ളിച്ചെടികളുടെ ഫീച്ചേഴ്സ് വരുന്നത്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, ഒരു ക്രീപ്പർ പോലെ സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ കാനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. വള്ളിച്ചെടികൾക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നമ്മുടെ മരങ്ങളൊക്കെ നിൽക്കുന്ന പോലെ ഒറ്റത്തടിയായി നിൽക്കാൻ കഴിയുമോ? ഇല്ല. നെക്സ്റ്റ് ആണ് നോ ഡീപ്പ് റൂട്ട്സ് ഹാവിങ് സ്പ്രിങ്സ്.
ഓക്കെ. ഇനി ഈ വള്ളിച്ചെടികൾ തന്നെ 2 ടൈപ്പ് ഉണ്ട്. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഒന്നെന്താണ് ദോസ് സ്പ്രെഡ് ആൻഡ് ഗ്രോ അലോങ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്യുന്നത് വളരുന്ന ഒരു ടൈപ്പും, അതുപോലെ തന്നെ ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ദ ടോപ്പ് ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. ഓക്കെ, നേരെ മുകളിലേക്ക് വളരും, എന്തെങ്കിലും ഒരു സപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടി മുകളിലേക്ക് വളരുന്ന ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ നിലത്ത് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പയറുണ്ടല്ലോ, നമ്മുടെ പയർ എങ്ങനെയാണ് ഒരു സപ്പോർട്ടിൻ്റെ സഹായത്തോടു കൂടി മുകളിലേക്ക് വളരുന്ന ടൈപ്പാണ് പയർ. അതുപോലെ നമ്മുടെ തണ്ണിമത്തൻ, മത്തങ്ങ, പംകിൻ, ഇതൊക്കെ എന്താണ് ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്ത് വളരുന്ന ക്രീപ്പേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് plants in water. What are the important plants that are growing in water? വാട്ടറിൽ വളരുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ, ചെടികൾ ഏതൊക്കെയാണ്? ലോട്ടസ്, വാട്ടർ ലില്ലി, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പ്ലാന്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലൈഫ് ഇൻസൈഡ് എ സീഡ്. ഒരു സീഡിനകത്തുണ്ടാകുന്ന ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത്, എങ്ങനെയാണ് സീഡ് പ്ലാന്റായി വളരുന്നത് എന്നുള്ളതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു സീഡ് പൊട്ടി വിരിഞ്ഞ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താണെന്നാ പറയുക? സീഡ് ജെർമിനേഷൻ എന്നാണ് പറയുക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് യെസ്, ക്ലാസിഫൈ ദ പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റെം ഈസ് പ്ലാന്റഡ്. സ്റ്റെമ്മിൻ്റെ നമ്മളൊരു പ്ലാന്റിൻ്റെ ഏത് ഭാഗം പ്ലാന്റ് ചെയ്ത് കുഴിച്ചിട്ടിട്ടാണ് ഈ മരങ്ങൾ ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സീഡ്, റൂട്ട്, സ്റ്റെം, ലീഫ്. അതായത് സീഡ് മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. പീ, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട് ട്രീ, കുക്കുംബർ, വാട്ടർമെലൺ, പംകിൻ, എക്സെട്ര എക്സെട്ര എക്സെട്ര, ഒരുപാടുണ്ട് അല്ലേ. നെക്സ്റ്റ് ആണ് റൂട്ട്. റൂട്ടിൽ നിന്നും ഉണ്ടായിത്തീരുന്ന, വേര് പൊട്ടി വേരിൽ നിന്നും ഉണ്ടായിത്തീരുന്ന ചെടികൾ ഏതൊക്കെയാണ്? കറി ലീഫ്, കറിവേപ്പില, യാം, പൊട്ടാറ്റോ, ടർമറിക്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റെമ്മ് കുത്തിയിട്ട്, അതായത് മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ കൊമ്പ് കുത്തിയിട്ടുണ്ടാകുന്ന പ്ലാന്റ്സ് എന്തൊക്കെയാണ്? റോസ്, ഹിബിസ്കസ്, ഇക്സോറ, ടാപ്പിയോക്ക. ഓക്കെ, നെക്സ്റ്റ് ആണ് ലീഫ് പൊട്ടി വിരിഞ്ഞുണ്ടാകുന്ന വളർന്നുണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ്? അലോവേര, സ്നേക്ക് പ്ലാന്റ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പാഠത്തിൽ നെക്സ്റ്റ് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നോക്കൂ. ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കും, അതായത് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ്. സ്റ്റെമ്മിൻ്റെ ഫങ്ഷൻ എന്താണ്? ലീഫിൻ്റെ ഫങ്ഷൻ എന്താണ്? റൂട്ടിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ എന്ന് വെച്ചാൽ ധർമ്മം എന്നാണ് മലയാളത്തിൽ മീനിങ് വരുന്നത്, അതായത് ഓരോ പാർട്സിൻ്റെയും ജോലികൾ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെമ്മിൻ്റെ ജോലി എന്താണ്? സ്റ്റെം എന്ത് ചെയ്യും? ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീഫ്. റൂട്ട് അബ്സോർബ് ചെയ്ത വാട്ടർ ആൻഡ് മിനറൽസിനെ സ്റ്റെം എന്ത് ചെയ്യും? ലീഫിലേക്ക് എത്തിച്ചു കൊടുക്കും. നെക്സ്റ്റ് ആണ് ലീഫിൻ്റെ ഡ്യൂട്ടി എന്താണ്? ലീഫ് പ്രിപ്പയർസ് ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സിന് വേണ്ട ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് ലീഫ്. ഓക്കെ, നമ്മൾ നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തിന് എന്ത് പറയും? കിച്ചൺ, അടുക്കള എന്ന് പറയും. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന ഭാഗമാണ് ലീഫ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാന്റിൻ്റെ അടുക്കള, ദ കിച്ചൺ ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത് ആരാണ്? ലീഫാണ്. ഓക്കെ, അത് മേ ബി ചോദിക്കാം. ഇതല്ല എങ്കിൽ നിങ്ങൾ GK ക്വസ്റ്റ്യൻസിനൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്സ് കിച്ചൺ ആരാണ്? ലീഫാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റൂട്ടിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? റൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫിക്സസ് ദ പ്ലാന്റ് ഇൻ എ സോയിൽ. പ്ലാന്റിനെ മണ്ണിൽ പിടിച്ച് നിർത്തുന്ന ആളാണ് റൂട്ട് അല്ലേ. നമ്മൾ കുഴിച്ചിട്ട മരങ്ങളും ചെടികളൊക്കെ വീഴാണ്ട് ആ നൃത്തം അവിടെ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് മണ്ണിൽ അങ്ങനെ സ്ട്രോങ് ആയി പിടിച്ചു നിന്നത് കൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് റൂട്ടിൻ്റെ ഫങ്ഷൻ വരുന്നത് അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം സോയിൽ. പ്ലാന്റിന് മണ്ണിൽ നിന്നും വേണ്ട വാട്ടർ ആൻഡ് മിനറൽസിനൊക്കെ, വാട്ടറിനെയും മിനറൽസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് സ്റ്റെമ്മിന് കൊടുക്കുന്നതും റൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിച്ചിരിക്കണം. ഫങ്ഷൻസ് ഓഫ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് വെറൈറ്റീസ് ഓഫ് ലീവ്സ്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് ട്രീസിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിന് സ്മെല്ലുണ്ടോ, കളറുണ്ടോ എന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്യാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങളുടേതായ ഒരു ഐഡിയ വെച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്.
ഓക്കെ, നിങ്ങളിത് കാണാതെ പഠിച്ചിട്ട് പോകേണ്ട ഒരു പോയിൻ്റ് അല്ല, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ പറഞ്ഞ മരങ്ങളും ചെടികളൊക്കെ നമ്മൾ ഡെയിലി കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ എഴുതേണ്ട പോയിൻറ്റ്സാണ് ഇതെല്ലാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്തിലെല്ലാമാണ് ഡിഫറൻസ് വരുന്നത്. ഒരു ലീഫിൽ എന്തിൻ്റെ എല്ലാം കാര്യങ്ങളിലാണ് ഡിഫറൻസ് വരുന്നത്. വെറൈറ്റി ഇൻ കളേഴ്സ്, ലീഫിൻ്റെ കളറിൽ വെറൈറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ വെറൈറ്റി ഇൻ ഷേപ്പ്, ഓരോ ലീഫിൻ്റെ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. പ്ലാവില പോലെയാണോ മാവില? അല്ല, രണ്ടും രണ്ട് ഷേപ്പാണ് അല്ലേ. നെക്സ്റ്റ് ആണ് വെറൈറ്റി ഇൻ ലൈൻസ്, അതിൻ്റെ ലീഫിൽ കാണുന്ന വരകൾ കണ്ടിട്ടുണ്ടല്ലോ, ആ വരകൾക്ക് പറയുന്ന പേരാണ് വീനേഷൻ. ആ വീനേഷനിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ലീഫിനെ പല കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറയുന്ന പോയിൻ്റ് ആണ് ഇതാ. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫ്ലവേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. എല്ലാ പ്ലാന്റ്സിനും ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. ചില പ്ലാന്റ്സിന് ഫ്ലവർ ഉണ്ടാവും, ചില പ്ലാന്റ്സിന് ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്. എങ്ങനെയാണ് ഫ്രൂട്ട് ഉണ്ടാകുന്നത്? ഫ്ലവേഴ്സ് മെച്യൂറായിട്ടാണ് ഫ്രൂട്ടായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, ഫ്ലവേഴ്സാണ് ഫ്രൂട്ടായി മാറുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് അബൌട്ട് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി നിങ്ങൾ ഇതിന് മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ടാവും. 1 in 12 years, 12 വർഷത്തിൽ ഒരിക്കൽ പൂവിടുന്ന ഒരു ഫ്ലവറാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അതിൻ്റെ കളറ് അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ നീല കളറാണ്, ബ്ലൂ ഇൻ കളറാണ്. അത് എവിടെ കാണപ്പെടുന്നത്? നീൽഗിരി ഹിൽസിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നീലക്കുറിഞ്ഞി എന്ന പേരും ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ബെനഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്, പ്ലാന്റ്സിൻ്റെ ബെനഫിറ്റ്സും നേട്ടങ്ങൾ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ദ ഗീവ് ഷെയ്ഡ്, നമുക്ക് ഷെയ്ഡ് തരും അല്ലേ. പ്ലാന്റ്സ് നമുക്ക് തണൽ തരും. പിന്നെ ദ ഗിവ് ഫുഡ്, നമുക്ക് ഫുഡ് തരും. അതുപോലെ തന്നെ ബേർഡ്സ് ക്യാൻ മേക്ക് നെസ്റ്റ്, പ്ലാന്റ്സിലാണ് പല പല ബേർഡ്സും കൂടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ദ ഗിവ് വുഡ്, നമുക്ക് മരം വിറക് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണിത്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. നോക്കൂ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒറ്റ കളറിൽ മാത്രം കാണപ്പെടുന്ന പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ ചില ചെടികൾ പല പല കളറിലുള്ള പൂക്കളുണ്ടാവും. ഓക്കെ, അതാണ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വിത്ത് കളേഴ്സ് ഇൻ ഓൺലി വൺ കളർ, ഒറ്റ കളറിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, കണിക്കൊന്ന, നീലക്കുറിഞ്ഞി, മുക്കുറ്റി അല്ലേ. ജാസ്മിൻ എന്ന് പറയുന്നത് ആ വൈറ്റ് കളറിൽ മാത്രമേ ഉണ്ടാവൂ. അതുപോലെ കണിക്കൊന്ന എന്ന് പറയുന്നത് യെല്ലോ കളർഡാണ്, നീലക്കുറിഞ്ഞി ബ്ലൂ, മുക്കുറ്റി യെല്ലോ. ഓക്കെ, ഇനി പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, വെറൈറ്റി കളേഴ്സിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? റോസ്, ഹിബിസ്കസ്, ലോട്ടസ്, മാരിഗോൾഡ് അല്ലേ. റോസിൻ്റെ ഒക്കെ പല വെറൈറ്റീസ് ഉണ്ട്. ഹിബിസ്കസിനും പല പല ഷെയ്ഡ് ഉണ്ട്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡിലൊക്കെ ഫ്ലവേഴ്സ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. ഓക്കെ, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, നിങ്ങളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെടുക്കണം. ഓക്കെ, ഫസ്റ്റ്, വൈ ഡു വി റേസ് ആനിമൽസ്? എന്തിനാണ് നമ്മൾ ജീവികളെ വളർത്തിയെടുക്കുന്നത്? എന്താവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ മൃഗങ്ങളെ പക്ഷികളെയൊക്കെ വളർത്തുന്നത്? ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി, ആസ് പെറ്റ്സ്, ഫോർ മിൽക്ക് ആൻഡ് എഗ്സ് അല്ലേ. നമ്മുടെ ഭക്ഷണത്തിനായിട്ട്, അതായത് നമ്മൾ മീനും ഒക്കെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുവിധം ആനിമൽസിനെയും വളർത്തുന്നത്. അതുപോലെ തന്നെ ഫോർ സെക്യൂരിറ്റി, അതുപോലെ പെറ്റായിട്ട് വളർത്തും. മിൽക്ക്, എഗ്ഗ്, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളർത്തും. ഓക്കെ, പിന്നെ പറയുന്ന പ്രധാന ഒരു ടേബിളാണിത്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ആഡിങ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് വെച്ചാൽ നമ്മുടെ വളർത്തു ജീവികൾ. ഒരുപാട് ഡൊമസ്റ്റിക് ആനിമൽസ് ഇതാ ഈ കോളത്തിൽ തന്നിട്ടുണ്ട്. അവരെ കൊണ്ടൊക്കെ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ അവരെ കൊണ്ടുള്ള നേട്ടങ്ങൾ, എന്താണ് നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നത്, അതാണ് അവരുടെ ബെനിഫിറ്റ്സ്. അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നോക്കി കംപ്ലീറ്റ് ചെയ്യുക, പഠിക്കുക. ഇത് വളരെ സിമ്പിളാണ്, നമുക്കറിയാം. കോഴീനെ കൊണ്ട് നമുക്ക് എന്താ ഉപകാരം?
ചിക്കനും കിട്ടും, എഗ്ഗും കിട്ടും അല്ലേ? പശുവോ പാല് തരും. അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഐഡിയ ഒക്കെ നമ്മളൊരു ലോജിക്ക് വെച്ച് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. കാണാതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട പോയിന്റ്സ് ഒന്നും അല്ല ഇത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഈ ഒരു കാര്യം. അതായത് ഈ ആനിമൽസിനെ, ഈ ജീവികളെ തന്നിട്ട് ഇവരുടെ പേരെഴുതാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ലിസാർഡ്. ലിസാർഡ് എന്ന് പറഞ്ഞാൽ പല്ലി. സെക്കൻഡ് സ്നെയിൽ, ഒച്ച്. ആൻഡ് ഉറുമ്പ്. ക്രൊഫസൻറ്റ് ചെമ്പോത്ത് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഉപ്പൻ എന്നും പറയും. ഓക്കെ, നെക്സ്റ്റ് ആണ് സെൻറ്റിപെഡ്സ്. സെൻറ്റിപെഡ്സ് പഴുതാര. നെക്സ്റ്റ് ബാറ്റ്, വവ്വാൽ. മംഗൂസ്, കീരി. നെക്സ്റ്റ് ആണ് മില്ലിപ്പെഡ്, തേരട്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേര് അറിഞ്ഞിരിക്കണം, സ്പെല്ലിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി 3ാം ക്ലാസ്സിലെത്തി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സ്പെല്ലിങ്ങും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പറയുന്ന പോയിന്റ് നോക്കൂ. യെസ്, കണ്ടോ, വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ഇതിൽ പറയുന്ന ഒരു പോയിൻ്റാണ് ഹൗ ഡു ദിസ് ആനിമൽസ് ഡിഫർ. ഇവിടെ കണ്ടോ, ഒരു ആനയുടെ കാല് തന്നിട്ടുണ്ട്, പീകോക്കിൻ്റെ മയിൽ പീലി തന്നിട്ടുണ്ട്, പിന്നെ സീബ്രയുടെ ലൈൻസ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ബേർഡിൻ്റെ, കോഴിയുടെ കാല് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ആനിമൽസ് ഡിഫർ ചെയ്യുന്നത്, വ്യത്യാസപ്പെടുന്നത്? ഒരു ആനിമലും തമ്മിൽ ബന്ധമില്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. എങ്ങനെയൊക്കെയാണ് ഈ ഡിഫറൻസ് വരുന്നത്? അതിൻ്റെ കളറിൽ, അതിൻ്റെ സ്പോട്ട്സിൽ, സൈസിൽ ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? ഇനി നോക്കൂ, ഏതിലൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്? ഷേപ്പ്, കളർ, സൈസ്, ഹോൺസ്, സ്നെയിൽസ്, സ്പോട്ട്സ്, സ്ട്രൈപ്സ് എക്സെട്ര. സ്ട്രൈപ്സ് എന്ന് പറഞ്ഞാൽ വരകൾ. നമ്മുടെ ഈ സീബ്രയിൽ കണ്ട വരകൾ, ഈ സീബ്രയിലുള്ള വരയല്ല വേറൊരു സീബ്രയിൽ കാണുന്നത്. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ സീബ്ര, ക്യാറ്റ് ഇവർക്കൊക്കെ ഉണ്ടാകുന്ന സ്ട്രിപ്സ് എന്താണ്, യൂണീക്കാണ്. ഒരാൾക്ക് ഒരു ലൈനേ ഉണ്ടാവൂ, അത് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സീ ക്രിയേച്ചേഴ്സ്. ഇതും നമ്മൾ ഓരോ ആനിമൽസിനെയും കണ്ട് അവരുടെ പേര് പഠിച്ചിരിക്കണം. ഇതിൽ ചിത്രം എക്സാമിന് ചോദിക്കും, പേര് എഴുതേണ്ടി വരും, പേരെഴുതാനൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഫസ്റ്റ് ഈ കാണുന്ന ആളാണ് സീ ഹോഴ്സ്, കടൽ കുതിര. നെക്സ്റ്റ് ആണ് സീ ഹെഡ്ജോഗ്. അതായത് നമ്മൾ മുള്ളൻ പന്നി ഉണ്ടല്ലോ, നാട്ടിൽ കാണുന്ന മുള്ളൻ പന്നി, അതുപോലെ കടലിൽ കാണുന്ന മുള്ളൻ പന്നി ഷേപ്പിലുള്ള സാധനത്തിന് പറയുന്ന പേരാണ് സീ ഹെഡ്ജോഗ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സീ കുക്കുംബർ. സീ കുക്കുംബർ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളരി പോലെ, ഒരു വെള്ളരിക്കയുടെ ഷേപ്പിൽ കാണുന്നതാണ്, അതുകൊണ്ട് ഇതിന് സീ കുക്കുംബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സീ കൗ. നമ്മുടെ പശുവിൻ്റെ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആനിമലിനെ സീ കൗ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇവരെ കണ്ട് അവരുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്ത് സ്പെല്ലിംഗ് സഹിതം പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്ലൂ വെയിൽ. എല്ലാവർക്കും അറിയാം, ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ ദ എർത്ത് എന്ന് പറയുന്നത് ബ്ലൂ വെയിലാണ് അല്ലേ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ഫാമിലി ഓഫ് ഫിഷിൽ പെട്ട ആൾക്കാരല്ല. അതായത് ഫിഷിൻ്റെ ഫാമിലി, ഫിഷ് ടൈപ്പിൽ പെട്ട ആളുകളല്ല ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്, ഗീവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്. ബ്ലൂ വെയിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, അതായത് ബ്ലൂ വെയിലിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് എങ്ങനെയാണ്, അവർ പ്രസവിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പൊതുവെ മീനുകൾക്ക് ഉണ്ടാകുന്ന പോലെ മുട്ട വിരിഞ്ഞിട്ടുണ്ടാകുന്നതല്ല, അവരെന്ത് ചെയ്യാണ്, പ്രസവിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫറെൻറ്റ് വേസ് ഓഫ് മൂവ്മെൻറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് വേസ് ഓഫ് മൂവ്മെൻറ്റ്. ഓക്കെ, വാക്കിംഗ് ക്രിയേച്ചേഴ്സ് ഉണ്ട്, നടക്കുന്ന ജീവികളുണ്ട്. ക്രോളിംഗ് ക്രിയേച്ചേഴ്സ് ഉണ്ട്, അതായത് എഴഞ്ഞെഴഞ്ഞ് പോകുന്ന ജീവികൾ. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, പറക്കുന്ന ജീവികൾ. അതുപോലെ സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്, നീന്തുന്ന ജീവികൾ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ജീവികളെ കണ്ടല്ലോ, അത് നടക്കുന്നതാണോ, പറക്കുന്നതാണോ, പിന്നെ ഇഴയുന്നതാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ടേബിളും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നിങ്ങളിതൊന്ന് നോട്ട് ചെയ്യണം. ഇൻ കേസ് ടേബിൾ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണെന്ത്, ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് ക്രിയേച്ചേഴ്സ്. വ്യത്യസ്ത ജീവികൾ അവിടെ തന്നിട്ടുണ്ട്, അവരുടെ ബോഡി ഫീച്ചേഴ്സും അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നും നമ്മളിവിടെ എഴുതി ചേർക്കണം. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, ഒരു ആനിമലിനെ തന്നിട്ട് അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എഴുതാനോ എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഹോഴ്സ്. കുതിരയുടെ പ്രത്യേകത എന്താ, അതിന് 4 legs ഉണ്ട്, അതായത് ബെൻഡ് ബാക്ക്വേർഡ്സ്, ബാക്കിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഇരിക്കുന്ന ടൈപ്പ് ലെഗ്സ് ആണ്.
അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ വരുന്നത്? വാക്ക്, റൺ അല്ലേ. നെക്സ്റ്റ് ആണ് സ്നേക്ക്. സ്നേക്കിന് ലെഗ്സ് ഇല്ല, എൻറ്റയർ ബോഡി ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റ്. ലെഗ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ബോഡി മുഴുവൻ അതെന്ത് ചെയ്യാണ്? മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ക്രോളിങ്ങും ഉണ്ട്, സ്വിമ്മിങ്ങും ഉണ്ട്. നെക്സ്റ്റ് ആണ് ബേർഡ്സ്. പീജിയൻ. പീജിയൻസിന് ബേർഡ്സിന് വിങ്സ് ഉണ്ട്, ലെഗ്സ് ഉണ്ട്. അത് വാക്ക് ചെയ്യുകയും ചെയ്യും, ഫ്ലൈ ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ആണ് ഫിഷസ്. ഫിഷസിന് ഫിൻസ് ഉണ്ട്, സ്കെയിൽസ് ഉണ്ട്. അതായത് ഫിഷിന് മുള്ളുകളുണ്ട്, അത് സ്വിം ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നെക്സ്റ്റ് ഭാഗം മുതൽ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള പ്രധാന ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ട് മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ.